രമേഷ്, ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഓഫ് ERP എന്ന് പറയുന്നത് പ്രോഫിറ്റബിലിറ്റിയാണ്. ദാറ്റ് ഇസ് MIS എന്ന് പറയുമ്പോൾ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട്സ് വരുമ്പോഴത്തേക്കും ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഇൻ ടേംസ് ഓഫ് ഓവറോൾ പ്രോഫിറ്റബിലിറ്റി എങ്ങനെ എൻകറേജ് ചെയ്യുന്നത്. സോ വാട്ട് ഡസ് ഇൻവാക്സ് ഡു ഡിഫറെൻ്റ്ലി ഈ ഒരു പെയിൻ പോയിന്റ് അഡ്രസ് ചെയ്യാൻ? ആക്ച്വലി ഫ്രം യുവർ എക്സ്പീരിയൻസ് എല്ലാവർക്കും പ്രോഫിറ്റ് ഉണ്ടാകുന്നുണ്ട്. ഈ പ്രോഫിറ്റ് എവിടെയെന്ന് താങ്കളുടെ അടുത്ത് അടക്കം പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇത്രയും രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടാക്കി കാണാനില്ല. ഫ്രം യുവർ എക്സ്പീരിയൻസ് ഡു യു തിങ്ക് ഈ പ്രോഫിറ്റ് വാനിഷായി പോയെന്നാണ്? അല്ലല്ലേ, എവിടെയായിരിക്കും അവിടെ പ്രോഫിറ്റ് റെസ്റ്റ് ചെയ്യുക? അവിടെ ഡെറ്റ് സ്റ്റോക്ക് ഡെറ്റേഴ്സ് അല്ലെങ്കിൽ അൺവാണ്ടഡ് എക്സ്പെൻസസ് ഇതൊക്കെയാണ്. ആക്ച്വലി ERPയുടെ ഫംഗ്ഷൻ തന്നെ ഈ പറയുന്ന അവരുടെ ഗ്യാപ്പുകൾ ഫൈൻഡ് ചെയ്ത് ഈ പറയുന്ന ലീക്കേജസ് ഇത് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ കൃത്യമായിട്ട് പറയാം, ഏതൊരു കടക്കാരൻ്റെ കടയിൽ പോയാലും ഏതൊരു ഷോപ്പിൽ ചെന്നാലും മിനിമം ഒരു 20-30% അവർക്ക് ഡെഡ് സ്റ്റോക്കോ അല്ലെങ്കിൽ നോൺ മൂവിങ് സ്റ്റോക്സോ ഉണ്ടാവും. പലരും സെയിൽസ് കൂട്ടി ലാഭം ഉണ്ടാക്കുന്നതിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അത് ട്രഡീഷണൽ കോൺസെപ്റ്റാണ്, കച്ചവടം കൂടിയാൽ ലാഭം കൂടുന്നുള്ളത്. മീൻ ടൈം പർച്ചേസ് പോയിന്റ് തന്നെ ഇവർക്കിത് കൺട്രോൾ ചെയ്യാം. ഇപ്പോൾ ഞാൻ 100 എണ്ണം മേടിക്കുന്ന സാധനത്തിന് എനിക്ക് 50 എണ്ണം മതിയെങ്കിൽ 50 എണ്ണം മേടിക്കുക. ആ 50 എണ്ണം തന്നെ റെഡി ക്യാഷ് ആൻഡ് ക്യാരി ആയിട്ട് മേടിച്ചിട്ട് അവരിൽ നിന്ന് മാക്സിമം ഡിസ്കൗണ്ട് നമ്മൾ ക്യാച്ച് ചെയ്തിട്ട് ഇതിനൊരു ഏജിങ് പ്രോസസ്സ് വെച്ചിട്ട് അതിനിടയ്ക്ക് പോയില്ല നമ്മൾ എക്സ്ട്രാ ഡിസ്കൗണ്ട് പുഷ് ചെയ്ത് നമുക്ക് വിറ്റ് കഴിഞ്ഞാൽ ഈ 100 എണ്ണം മേടിച്ച് 6 മാസം കൊണ്ട് വിൽക്കുന്നതിന് പകരം എനിക്ക് 50 എണ്ണം 2 മാസം കൊണ്ട് വിറ്റ് ചെയ്താൽ തന്നെ എൻ്റെ ഫണ്ട് റോളിംഗ് വന്നു. മീൻസ് ടേൺ ഓവർ കൂടുതലില്ല, പോസിറ്റീവ് ക്യാഷ് ഫ്ലോ ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതിലാണ് ഒരു ബിസിനസ്സിൻ്റെ സക്സസ്. അവിടെയാണ് ഒരു ERP. ഇപ്പോൾ ഡെറ്റേഴ്സ് ഇഷ്ടംപോലെ കടം കൊടുക്കുന്നു. ഈ ഫോളോ അപ്സ് എന്ന് പറയുന്നത് പലപ്പോഴും പ്രാക്ടിക്കൽ ആവാറില്ല. ചിലപ്പോൾ 10 പ്രാവശ്യം വിളിക്കുമ്പോഴേക്കും ഒരു ക്ലൈൻറ്റ്. അവിടെയൊക്കെയാണ് നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് അവരിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ഇപ്പോൾ വാട്സാപ്പ് ത്രൂ, മെസ്സേജ് ത്രൂ, അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് മെയിൽ ത്രൂ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡാറ്റ അവൈലബിൾ ആയിരിക്കണം. അപ്പോൾ പ്യൂർലി ഒരു ERPയിൽ മാജിക് ഒന്നുമില്ല. ദ വേ യു യൂസ് ദ ERP എന്നുള്ളത്, അതിൽ ആ റിപ്പോർട്ട്സുകൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അതിന് പ്രോപ്പറായിട്ട് സപ്പോർട്ട് കിട്ടുന്ന ഒരു ERP സിസ്റ്റം ഉണ്ടായിരിക്കണം. അതിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു ടീം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതിനകത്ത് കറക്റ്റായിട്ട് ഡാറ്റ ഫീഡ് ചെയ്യണം. ഇതെല്ലാം ചെയ്തിട്ട് ഞാൻ ഈ പറഞ്ഞ 1-2 കാര്യങ്ങളല്ല, ലോട്ട് ഓഫ് തിങ്സ് ആർ ദെയർ. പക്ഷേ മേജർ തിങ്സാണ് ഞാൻ ഈ പറഞ്ഞത്. ഇത് ഉപയോഗിച്ചിട്ട് ഈ പറയുന്ന പോലെ ടേൺ ഓവർ കൂട്ടാതെ നിങ്ങൾക്ക് ലാഭം കൂട്ടാൻ സാധിക്കും. ഈ പറഞ്ഞ പെയിൻ പോയിന്റ് അഡ്രസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഡെഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ സാധനം ക്ലാരിറ്റി ഉണ്ടെങ്കിൽ യു ക്യാൻ പ്ലാൻ യുവർ പർച്ചേസ് പ്രോസസ് അക്കോർഡിംഗ്ലി. അത് തന്നെയാണ് പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ ഒരു ബിഗ് ഏരിയ. വേറൊരു ഐഡിയ എന്ന് പറയുന്നത്, ഇപ്പോൾ വർഷം മുഴുവൻ നമുക്ക് വേണമെങ്കിൽ ഡിസ്കൗണ്ട് മേള നടത്താം. കേൾക്കുമ്പോൾ ഇച്ചിരി ഓക്വേർഡായിട്ട് തോന്നും. വർഷം അവസാനം മാറ്റം നടത്തേണ്ട കാര്യമല്ല ഡിസ്കൗണ്ട് മേള. കാരണം നമ്മുടെ ഒരു ടോട്ടൽ സ്റ്റോക്കിൽ ഒരു 10-20% നോൺ മൂവിങ് ആയിരിക്കും. ഡെഡ് സ്റ്റോക്ക് അല്ല, നോൺ മൂവിങ്ങോ അല്ലെങ്കിൽ സ്ലോ മൂവിങ്ങോ ആയിരിക്കും. ഈ സ്ലോ മൂവിങ് നമുക്ക് എക്സ്ട്രാ ഒന്ന് പുഷ് ചെയ്ത് ഒരു ഡിസ്കൗണ്ട് സ്ട്രക്ചർ വർക്ക് കഴിഞ്ഞാൽ ഓൾ ഇയർ നമുക്കൊരു ഡിസ്കൗണ്ട് പോലെ കൊടുക്കാൻ. കാരണം ഇപ്പോൾ എല്ലാവരും ഡിസ്കൗണ്ട് എന്ന് പറയുന്നതിൻ്റെ പുറകെ നടക്കുന്നത്. ആക്ച്വലി നല്ല സാധനങ്ങൾ ഒരിക്കലും ചീപ്പ് വിലയിൽ കിട്ടാൻ പോകുന്നില്ല. കാരണം ഒരാൾക്ക് ആരും ഒരു ചായയും വെറുതെ വാങ്ങിച്ചു കൊടുക്കാൻ പോകുന്നില്ല എന്നുള്ളത്. പക്ഷേ നമുക്ക് കസ്റ്റമറിനെ അട്രാക്ട് ചെയ്യണമെങ്കിൽ ഡിസ്കൗണ്ട് എന്ന ഫാക്ടറോടെ കൊണ്ടുവരണമെങ്കിൽ ഈ പറയുന്ന നോൺ മൂവിങ് സ്റ്റോക്സ് അല്ലെങ്കിൽ സ്ലോ മൂവിങ് സ്റ്റോക്സ് ഒക്കെ നമുക്ക് ഫൈൻഡ് ചെയ്തിട്ട് അതിന് ഡിസ്കൗണ്ട് വെച്ചിട്ട് നമുക്ക് വിറ്റ് കഴിഞ്ഞാൽ തന്നെ ലൈവായിട്ട് നമുക്ക് ബിസിനസ്സിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇവിടെയൊക്കെയാണ് ERP എങ്ങനെയാണ് ഒരു ബിസിനസ്സിനെ പ്രോഫിറ്റബിൾ ആക്കുന്നു എന്ന് പറയുന്നൊരു ഏരിയ വരുന്നത്.